ഹായ് ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ. അപ്പം നമ്മൾ മുമ്പത്തെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സരോജിനിയിൽ നിന്ന് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് പറക്കിക്കൂട്ടി വാങ്ങിയ ഇയറിങ്സ്, സ്ക്രഞ്ചീസ്, ക്ലിപ്സ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എന്തായാലും അധികം ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം ഞാനുണ്ടല്ലോ വന്നപ്പോൾ തന്നെ എല്ലാം അങ്ങനത്തെ ഐറ്റംസൊക്കെ, ഈ ഇയറിങ്സ്, ചെയിൻസ്, ക്ലിപ്പ്, സ്ക്രഞ്ചീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സിൽ, ഈ ഒരു ബോക്സിലാക്കി വെച്ചു. പിന്നെ ഞാൻ 2 ഫോൺ കേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫോൺ കേസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഫോൺ കേസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒപ്പോൻ്റെ ഫോണിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളൊരു ഫോൺ കേസായിരുന്നു. പിന്നെ ഞാനിതൊരു ഐഫോണിൻ്റെ ഫോൺ കേസ് വാങ്ങി, 12-ൻ്റെ. ഈ 2 ഫോൺ കേസും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അവിടേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി കേസസ് കിട്ടും കേട്ടോ. ഇവിടത്തേക്കാളും നല്ല ബെറ്റർ ആയിട്ട് നല്ല വെറൈറ്റി ഐറ്റംസൊക്കെ അവിടെ കിട്ടും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടാകും. പിന്നെ ഞാൻ കാണിച്ചു തരാം ചെയിൻസും ഇയറിങ്സൊക്കെ. ഈ ഒരു ഇയറിങ്ങിന് 30 രൂപയുള്ളൂ കേട്ടോ. 30 രൂപ. നമ്മളെടുത്ത എല്ലാ ഇയറിങ്സിനും 30 രൂപയുള്ളൂ. 30 രൂപയെ കൂടുതൽ ഒരു ഇയറിങ്സിനും ഞാൻ ചിലവാക്കിയിട്ടില്ല. ഈ ഒരു ഇയറിങ്സ് 30 രൂപയായിരുന്നു. നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള നെക്സ്റ്റ് ചെയിനാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയിലെ ചോക്കറാണ്, നല്ല രസമുണ്ട് കാണാൻ. ഇതിന് 80 രൂപയാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ബാർഗിൻ ചെയ്യാം, പക്ഷേ നമുക്ക് എനിക്ക് മനസ്സ് വന്നില്ല കേട്ടോ ബാർഗിൻ ചെയ്യാനൊന്നും. കാരണം ഇത് നമ്മൾ ആ ഡൽഹിയിലത്തെ ചൂടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. 40-നും 45-നും കുറഞ്ഞ ഒരു ചൂട് അവിടെ ഇല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവിടുത്തെ ചൂട് എന്ന് പറയുന്നത് 40-42-ന് പുറത്താണ്. അപ്പോൾ ഒരു നട്ടുച്ചയ്ക്കൊക്കെ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ, അത്രയും ഒരു വെയിലാണ്. അപ്പോൾ നമ്മൾ മെട്രോ കയറി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന ആ എൻട്രൻസിൽ തന്നെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് തുടങ്ങും നമുക്കിങ്ങനെ കച്ചവടക്കാർ കേട്ടോ. അപ്പോൾ ആ മെട്രോ സ്റ്റേഷൻ്റെ അവിടുത്തെ കച്ചവടക്കാരനാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അവരോട് ബാർഗിൻ ചെയ്യാൻ തോന്നില്ല, കാരണം അത്രയും വെയിലത്ത് ഇങ്ങനെ നമുക്കൊരു കുറച്ച് നേരം വെയിൽ കൊണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ചായിരുന്നു. ഒരു 4-5 കുപ്പി ഞാൻ വെള്ളം കുടിച്ച് തീർത്തിട്ടുണ്ടാവും. അപ്പോൾ അത്രയും വെയിലത്തിരുന്ന് അവർ കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് അവരോടൊന്നും, നമ്മുടെ നാട്ടിൽ എന്തായാലും ആ ഒരു റേറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ അതിൽ കൂടുതൽ ബാർഗിൻ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സ് അനുവദിച്ചില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് ഇങ്ങനത്തെ കച്ചവടക്കാരെ ഒന്നും ഞാൻ ബാർഗിൻ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ ഈ ഒരു ചെയിൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് 80 രൂപയായിരുന്നു. നല്ല ഭംഗി. ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഇടുമ്പോൾ കുറച്ച് ഓവറായിട്ട് തോന്നും, കാരണം ഇത് ഓൾറെഡി നല്ല വർക്കുള്ളൊരു ഡ്രസ്സായതുകൊണ്ട് നമുക്ക് ഭയങ്കര ഓവറായിട്ട് തോന്നും. അതർവൈസ് ഇതെൻ്റെ പൊന്നെ എന്ത് ഭംഗിയൊക്കെ എനിക്കിങ്ങനെ കിട്ടുമൊക്കെ തോന്നും. അപ്പം ഈ ഒരു ചോക്കറാണ് കേട്ടോ, നല്ല രസമില്ലേ കാണാൻ. ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ചോക്കറ കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടാണ്. നല്ല ഭംഗിയില്ലേ ഗൈസ് കാണാൻ. നല്ല രസമുണ്ട്. പിന്നെ ഞാൻ ഇത് ഇട്ടേണ്ട കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, കാരണം ഇട്ടത് എനിക്ക് ഇങ്ങനെ ഇടുമ്പോൾ കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് ഇടണം. ഞാൻ ഇട്ടപ്പോൾ കുറച്ച് ലൂസാക്കി ഇട്ടു എന്നേ ഉള്ളൂ. ഇങ്ങനെ കിടക്കണം കേട്ടോ. അത് ഞാൻ ലൂസാക്കി ഇട്ടതുകൊണ്ടാണേ. അപ്പോൾ പിന്നെ ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനത്തെ മാലകളൊന്നും, ഇങ്ങനത്തെ ചോക്കേഴ്സ് ടൈപ്പ് ഒന്നും ഞാൻ ഇടാറേ ഇല്ല. അപ്പോൾ കണ്ടപ്പോൾ ഒരു പൂതി തോന്നി. പിന്നെ ഇങ്ങനെ 80 രൂപയ്ക്കൊക്കെ കണ്ട ആരാ അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുക്കാതിരിക്കുക. അപ്പോൾ ഞാനിതങ്ങ് എടുത്തു. നെക്സ്റ്റും ഇതുപോലത്തെ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് ചോക്കറാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. നല്ല മണിയായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഇതും നല്ല രസമുണ്ട് കാണാൻ. ഇത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിനും 80 രൂപയായിരുന്നു. എന്ത് കിട്ടിയാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇവിടെ വെച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഈ ഒരു ചോക്കറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്ന. നിറയെ ഗ്ലാസിൻ്റെ മിറർ വർക്ക് വരുന്ന, അടിയിൽ ഇങ്ങനെ മണിമണിയൊക്കെ തിങ്ങിക്കിടക്കുന്ന ഒരു
എന്താ പറയുക സെറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിൽ മിറർ വർക്കൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡ്രസ്സൊക്കെ ഇത് കുറച്ച് മാച്ചാണ് മറ്റേതിനെ അപേക്ഷിച്ച്, പക്ഷെ എന്നാലും കുറച്ച് ഓവറാണ് ഈ ടോപ്പ്. അതർവൈസ് വേറൊരു നല്ലൊരു സെറ്റിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിനും 80 രൂപയാണ്. ഞാൻ എന്നെ തന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറയല്ല, ഈ ഒരു ഐറ്റം നല്ല രസമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, ഇതായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന സെക്കൻഡ് ചോക്കർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഞാൻ കാണിച്ചു തരാം. അടുത്തതൊരു ലെങ്തി ആയിട്ടുള്ളൊരു ചെയിനാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ചെയിനാണ്. ഇതിനും ആ ഒരു സെയിം നീറ്റൊക്കെ തന്നെയുള്ളൂ. ഈ ഒരു ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ ലോക്കറ്റ് വന്നിട്ട് ഇങ്ങനെ സ്ക്വയർ ടൈപ്പിൽ കുറച്ച് ജിമിക്കൊക്കെ തൂങ്ങിക്കിടക്കുന്ന മണിമണിയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ചെയിനാണ്. അപ്പം ഞാനിത് ഇട്ടിട്ട് കാണിച്ചത്. അപ്പോൾ ഈ ഒരു ലെങ്തി ചെയിനും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ നമുക്ക് അറിയണ്ടോയെന്ന് അറിയാൻ പാടില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മൾ ഈ സാരിക്കൊക്കെ ഇല്ലേ, സാരിയൊക്കെ ചുറ്റുമ്പോൾ ഇങ്ങനത്തെ ലോങ് ചെയിൻ ഇടുന്നത് നന്നായിരിക്കും. ഇനി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഇതുപോലത്തെ ചെയിൻസാണ് കേട്ടോ. ഇത് 5 എണ്ണം 100 രൂപയ്ക്ക് കിട്ടിയതായിരുന്നു. ഇപ്പോൾ ഞാൻ 2 എണ്ണം കൊടുത്തു. ഈ ഒരു ടിവിലായി എന്തെന്നല്ലേ പറയുക, ഈ ഒരു സംഭവം കണ്ണിട്ടാതിരിക്കാനൊക്കെ ഇടില്ലേ ഈ സംഭവം. പിന്നെ ഈ ഒരു ചിപ്പിൻ്റെ ഉള്ളിലൊരു ബീഡ്സ് ആയിട്ടുള്ള അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, അപ്പോൾ അതും എടുത്തു. പിന്നെ ഈ ഒരു ക്ലോക്കിൻ്റെ കാണുന്നുണ്ട്, ഈ ക്ലോക്കിൻ്റെ ഒരു എന്താ പറയുക ലോക്കറ്റായിട്ടുള്ള കൊടുത്തു. അങ്ങനെ 5 എണ്ണം ഉണ്ടായിരുന്നു, അതിന് 100 രൂപ. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന 30 രൂപയുടെ കമ്മലുകളാണ് കേട്ടോ. അപ്പോൾ അതിലൊന്ന് ഞാൻ ഇപ്പോൾ ഇട്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇനി ബാക്കി ഇയറിങ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിലൊരു ഇയറിങ്സാണ്, അയ്യോ എന്താ ഇത് രണ്ടും ഞാൻ ഇട്ടതും ഇതും തമ്മിൽ ഒരു ഏകദേശം ഒരു സാമ്യമുള്ളത്. പിന്നെ എനിക്ക് എടുത്തു കഴിഞ്ഞ് രണ്ടും 2 കടയൊക്കെ എടുത്തത്. അപ്പോൾ എനിക്കത് ഓർമ്മയില്ല ഏതാ എടുത്തത് ഏതാ എടുക്കാത്തതെന്നൊന്നും ഒരു പിടുത്തില്ല. കാരണം നമ്മൾ കിട്ടിയ ടൈമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പരക്കം പാഞ്ഞ് ഓടി നടന്നെടുക്കല്ലായിരുന്നോ. ഇതിനൊക്കെ 30 രൂപയാണ് കേട്ടോ. ഈ ഒരു ഇയറിങ്സ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കാണാൻ പിന്നെ വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കുഞ്ഞി ഇയറിങ്സ് ആണ് കേട്ടോ. ഇതിനും 30 ഞാൻ പറഞ്ഞില്ല, എല്ലാ കമ്മലിനും 30 കേട്ടോ. ഞാൻ എടുത്തെടുത്ത് പിന്നെ പറയുന്നില്ല. പിന്നെ വന്നിട്ട് ഈ ഒരു ലോട്ടസിൻ്റെ ഒരു ഇയറിങ്സ്, ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇതും ഞാൻ എടുത്തിട്ടുണ്ടായി. നല്ല രസമല്ലേ കാണാൻ. പിന്നെ നമുക്ക് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ടീഷർട്ടിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയ ഒരെണ്ണമാണ് ഇത്. പിന്നെ നമ്മൾ ഈ ഒരു ഇയറിങ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയൊരു ടൈപ്പ് ഇയറിങ്സാണ്. ഇത് ഞാൻ അപ്പം തന്നെ വരുമ്പോൾ തന്നെ ഞാൻ ഇതും ഇട്ടിട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇയറിങ്സിൻ്റെ കളക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കയ്യമിടുന്ന ഐറ്റംസാണ്. ഇതിനെല്ലാം 20 രൂപീസായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ പോകും, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ എടുത്തത്. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ആ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇതിൽ ഈ ഒരു സംഭവമുണ്ട്, ഒരു വൈറ്റ് എടുത്തു, പിന്നെ ഈ ഒരു ലൈറ്റ് റോസ് എടുത്തു, പിന്നെ ഈ ഒരു ബ്ലൂ എടുത്തു കേട്ടോ.
എന്തിനാണ് ഞാൻ ഈ ബ്ലൂ ഒക്കെ എടുത്തത്? ബ്ലൂ ഇങ്ങനത്തെ ഒരു കളർ ഡ്രസ്സേ എനിക്കില്ല. പക്ഷെ ഞാൻ എന്തിനാണ് എടുത്തത് എനിക്ക് തന്നെ ഒരു പിടുത്തില്ല കേട്ടോ. എനിക്ക് തോന്നി ഇതുപോലത്തെ ലൈറ്റ് ഗ്രീൻ എടുത്താൽ മതി എന്നുള്ള ഒരു റിഗ്രറ്റ് എനിക്ക് അടിച്ചത്. പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു 4 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കുണ്ടല്ലോ ഈ ഒരു 4 50 രൂപയായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം. ഇത് ഞാൻ ഒരുപാട് പേരിൽ തലയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊരെണ്ണം 4 വാങ്ങി 50 രൂപയ്ക്ക്. ഇതൊരെണ്ണം, പിന്നെ ഒന്ന് ഇത്, കുറച്ച് റാൻഡം കളേഴ്സ് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ 4 എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ. പിന്നെ ഇത്, പിന്നെ ഞാൻ നോക്കിയത് എല്ലാ ഡ്രസ്സിനും കൂടെ പോകുമോ എന്നുള്ളൊരു ടൈപ്പായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കളേഴ്സാണ് ഞാൻ സെലക്ട് ചെയ്തെടുത്തത്. പിന്നെ ഇത് ഇങ്ങനത്തെ 4 ഞാൻ 50 രൂപയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്ക്രഞ്ചീസ്, ഇതൊരു 4 50 രൂപ 40 രൂപ എത്ര ഇട്ടുണ്ടായിരുന്നു? 40 രൂപ, 10 രൂപയേ ഉള്ളൂ ഇതേ ഒരെണ്ണത്തിന്. അതിനും 10 തോന്നുന്ന ക്ലിപ്പിന് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതും ഞാനൊരു 4 റാൻഡായിട്ട് കളർ എടുത്തു. ഈ ഒരു കളറ്, പിന്നെ ഈ ഒരു കളറ്, പിന്നെ ഈ ഒരു കളറ്, പിന്നെ ഈ ഒരു ബ്ലൂ കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ക്രാപ്പാണ് കേട്ടോ. ഇതിന് 20 രൂപയായിരുന്നു. ഇതെല്ലാം 20 പക്ഷേ ഇതെനിക്ക് അയാൾ വെറുതെ 10 രൂപയ്ക്ക് 10 രൂപ ബാക്കി തരാനുണ്ടായപ്പോൾ അപ്പോൾ തന്നെ ശരി ഞാൻ ഈ ക്ലിപ്പ് എടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ അയാൾ അത് എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു അങ്ങനത്തെ ക്രാബ് കണ്ടോ, അത് ക്രാബ് എടുത്തു. പിന്നെ ഒരെണ്ണം അതാ എൻ്റെ തലയിലുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ സരോജിനിയിൽ പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞു വന്നപ്പോൾ തന്നെ ഞാൻ തളർന്നു. അപ്പോൾ അവിടെ പോയിട്ട് അത്രയും ചൂടിൽ ഓടി നടന്നെടുക്കുക പറഞ്ഞാൽ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഒരിക്കൽ ഇനി ഏത് കാലത്തൊക്കെ പോകാനാണ്. അപ്പോൾ പോയ സമയത്ത് മാക്സിമം വാരിക്കൂട്ടുക. അപ്പം പിന്നെ ഞാനൊരു ഐറ്റം കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം, വിട്ടുപോയി. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്ലോക്സ് ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ തിരിച്ചു വരുമ്പോൾ ആ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇട്ട് നോക്കിയിട്ടില്ല വെച്ചെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. അപ്പോൾ അത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ സരോജിനിയിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട എല്ലാം ഫുൾ ഔട്ട്ഫിറ്റ് നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. പിന്നെ മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ സ്ട്രീറ്റിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനത്തെ ഐറ്റംസ് വാങ്ങുന്നത് കുറച്ച് സേഫ് അല്ല. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല. വാങ്ങിയത് ഡ്രസ്സ്, ക്ലിപ്സ്, കമ്മൽ, ഇയറിങ്സ്, ചോക്കർ, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ചെരുപ്പ്, നല്ല ചെരുപ്പൊന്നും അവിടെ ഇല്ല കേട്ടോ. 250 രൂപീസിനാണ് എല്ലാത്തിനും ചെരുപ്പിന്. പക്ഷേ അതായത് നമുക്ക് സ്റ്റുഡിയോയിൽ കിട്ടുന്ന ആ ഒരു ചെരുപ്പിൻ്റെ ടൈപ്പ് തന്നെയാണ്. പിന്നെ അതിൽ കൂടുതൽ ക്വാളിറ്റി ഒന്നും ഇതിനും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ചെരുപ്പൊന്നും എടുത്തിട്ടില്ല. ഡ്രസ്സും ഇയറിങ്സ്, ചോക്കേഴ്സ്, ചെയിൻസ്, അങ്ങനത്തെ എല്ലാ ക്ലിപ്സ്, സ്ക്രഞ്ചീസ്, അങ്ങനത്തെ ഐറ്റംസും മേക്കപ്പ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ ആ തുടക്കത്തിൽ കാണിച്ചൊരു ബാഗ് ഉണ്ടല്ലോ, ഒരു വലിയൊരു ബാഗ്, ഞാൻ എല്ലാ ഡ്രസ്സും കൂടെ ഇട്ടത്, അതും ഞാൻ അവിടെ നിന്ന് വാങ്ങിയതായിരുന്നു. എന്താ ഈ ഒരു ബാഗ് ഇട്ടോ, അത് ഞാൻ പറയാൻ മറന്നു. ഇതെന്തായാലും സരോജിനി പോയി ഒരാൾ ഈ ഒരു ബാഗ് വാങ്ങാതെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയിരിക്കും. കാരണം അവിടെ കയറുമ്പോൾ നമ്മൾ ഒന്ന് കൈ വീശിയും കയറിയാലും തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരു ലോഡ് പ്ലാസ്റ്റിക് കവേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മളെല്ലാം കൂടെ ഇത് നമ്മുടെ പിന്നാലെ വന്ന് അവർ പിടിപ്പിക്കുക എന്തായാലും. അപ്പോൾ അവർ 250 ഒക്കെ പറയും. നമ്മളപ്പോൾ ഞാൻ ഇത് 50 100 വാങ്ങിയത്, അവർ 250 300 ഒക്കെ പറഞ്ഞ് പിന്നെ അവർ നമ്മൾ പിന്നിന്ന് മാറില്ല. അപ്പോൾ അവരോട് നമ്മൾ എത്ര പൈസ പറഞ്ഞാലും അവർ ആ പൈസയ്ക്ക് തന്നെ നമുക്ക് തരും. പക്ഷെ നല്ല ബാഗാണ് കേട്ടോ, അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്, ഉള്ളിലൊരു സിബും ഉണ്ട്, പിന്നെ പുറമെ കണ്ടോ ഇതും സിബ് ഇട്ടിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഈ ഒരു ബാഗും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെയാണ് ഞാൻ സരോജിനി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിങ്ങൾ പോകേണ്ടിച്ചെങ്കിൽ എന്തായാലും ഇത്രയും ഐറ്റംസൊക്കെ അല്ലെങ്കിൽ നല്ല ഐറ്റംസൊക്കെ കുറച്ച് തിരഞ്ഞ് കണ്ടുപിടിക്കണം കേട്ടോ, നല്ല ഐറ്റംസൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫിക്സ്ഡ് റേറ്റ് ആണെന്നുവെച്ചെങ്കിൽ അവരോട് ബാർഗെയിൻ ചെയ്യാൻ നിൽക്കരുത്, നല്ല അട്ടേക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.